താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു അൻവറിൻ്റെ കാര്യത്തിൽ ഇനി UDF എന്ത് തീരുമാനമെന്ന് ഉള്ളത് അത് കൂടിയാലോചിച്ച് തീരുമാനിക്കേണ്ടത്. പക്ഷെ അപ്പോഴും ഈ അൻവറിന് ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞല്ലോ മണ്ഡലത്തിൽ. അദ്ദേഹം നേടിയ വോട്ടുകൾ നമ്മുടെ മുൻപിലുണ്ട്. അൻവർ ആരുടെ വോട്ട് പിടിക്കും എന്നുള്ള ചോദ്യം ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ഉയർന്നപ്പോൾ UDF നേതാക്കൾ പറഞ്ഞതാണ്. അദ്ദേഹം LDFൻ്റെ ഭാഗമായിരുന്നു. സ്വാഭാവികമായും ആ ഭാഗത്തെ വോട്ടുകൾ അദ്ദേഹം ചോർത്തുമെന്നുള്ളത്. അതുകൊണ്ട് ഈ UDFന് വലിയ വിജയമുണ്ടാകുമ്പോൾ അൻവർ ഇഫക്റ്റ് മണ്ഡലത്തിൽ നന്നായി പ്രവർത്തിച്ചു എന്നുകൂടി UDF അംഗീകരിക്കുന്നുണ്ടല്ലോ അല്ലേ ശ്രീ ജ്യോതികുമാർ ചാമക്കാല? അൻവറിന് ഏകദേശം 20,000-ഓളം 19,760 വോട്ട് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഒന്നും തിരുത്തരുത്. അദ്ദേഹം പറഞ്ഞ വാദഗതിയിൽ അദ്ദേഹം ഉറച്ചു തന്നെ നിൽക്കണം. അദ്ദേഹം പറഞ്ഞെന്താ, ഞങ്ങൾ വോട്ട് കുറഞ്ഞു. ഈ പറയുന്ന കേട്ടാത്തൊന്നും കഴിഞ്ഞ പ്രാവശ്യം 2,700 വോട്ടിന് LDF ജയിച്ച സ്ഥാനത്ത് ഇപ്പോൾ വീണ്ടും LDF ജയിച്ചു, ഞങ്ങൾ വീണ്ടും പുറകോട്ട് പോയി എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്തൊക്കെയാണ് സഖാവേ ഈ പറയുന്നത്? യാഥാർത്ഥ്യങ്ങളായി നിൽക്കുകയല്ലേ. അദ്ദേഹം ഞങ്ങളുടെ കണക്കൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് ഇപ്പോഴും 44% വോട്ടുണ്ട്, നിങ്ങൾക്കിപ്പോൾ 38.16%. നിങ്ങൾക്കറിയാമോ 2011 നിങ്ങൾക്ക് 44.5% വോട്ടുണ്ടായിരുന്നു. 2011 2016 നിങ്ങൾക്ക് 47.91% വോട്ടുണ്ടായിരുന്നു. 2021 നിങ്ങൾക്ക് 46.9% വോട്ടുണ്ടായിരുന്നു. ആ സ്ഥാനത്ത് നിങ്ങൾക്ക് ഇപ്പോൾ 38.16% വോട്ടേ ഉള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നിങ്ങൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നിങ്ങൾക്ക് വന്നിട്ടുള്ള കുറവ്, വോട്ടിൻ്റെ കുറവ് 14,567 വോട്ടാണ് എന്ന കാര്യവും താങ്കൾ മറക്കരുത്. നിങ്ങൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 81,227 വോട്ട് ലഭിച്ച സ്ഥലത്ത് ഇപ്രാവശ്യം നിങ്ങൾക്ക് 66,660 വോട്ടേ ലഭിച്ചിട്ടുള്ളൂ എന്നുള്ളതും നമുക്കറിയാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളും തമ്മിൽ 11,000 വോട്ടിൻ്റെ വ്യത്യാസം വന്നിരിക്കുന്നു. നിങ്ങളും തമ്മിൽ 11,000 വോട്ട് മാത്രമല്ല, PV അൻവർ നിങ്ങൾക്ക് ലഭിക്കേണ്ട, നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ കുറച്ച് വോട്ടും ഉൾപ്പെടെ PV അൻവർ 20,000 വോട്ട് പിടിച്ചു മാറ്റിയിരിക്കുന്നു. ഇതൊക്കെ യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു തെരഞ്ഞെടുപ്പിൽ ഒരു സെറ്റ് ബാക്ക് ഉണ്ടായി എന്ന് സമ്മതിക്കാൻ പോലും മടിയാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ സെറ്റ് ബാക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പരാജയമാണ്, ഞങ്ങൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തിരുത്തൽ വരുത്തിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറയുന്നതിന് പകരം ഇവിടെ പറയുന്നത് എന്താ, ഞങ്ങൾക്കൊരു പരാജയം ഉണ്ടായിട്ടില്ല, ഞങ്ങളുടെ ബേസ് വോട്ടല്ല അവിടെ തന്നെ അതുപോലെ ഇങ്ങനെ നിൽക്കുക. ആരാ മത്സരിച്ചത്? വീണ്ടും ഞാൻ ആവർത്തിക്കുക, ആരാ മത്സരിച്ചത്? CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അല്ലേ? ഈ സംസ്ഥാനത്ത് ഉന്നതനായ CPMൻ്റെ നേതാവ് അല്ലേ? നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ വലിയ പ്രഗത്ഭനായ വാഗ്മി, എന്തുകൊണ്ടാണ് വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്നയാൾ എന്തായി? പവനായി, ശവമായി. അപ്പോഴെങ്കിലും നിങ്ങളതൊന്ന് ഉൾക്കൊള്ളണ്ടേ? ഇവിടെ ഇനി നിങ്ങളുടെ വർഗീയത പറയുന്നു, നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഞങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി എപ്പോഴും ലീഗിനെങ്കിലും അംഗീകരിച്ചല്ലോ. കോൺഗ്രസിനെ അംഗീകരിക്കുന്നില്ല. CPMൻ്റെ പ്രതിനിധി ലീഗ് നന്നായി പ്രവർത്തിച്ചുകൊണ്ടാണ്. ആയിക്കോട്ടെ, ഞങ്ങൾ അതിനെ പരാതി പറയാൻ വന്നില്ലല്ലോ. ലീഗും കോൺഗ്രസും UDFൻ്റെ മണ്ഡലത്തിൽ പ്രാതിനിധ്യം ഉള്ളവരും പ്രാതിനിധ്യം ഇല്ലാത്തവരും പേരിന് പ്രാതിനിധ്യമുള്ളവരും ഉൾപ്പെടെ കേരള കോൺഗ്രസ്സുകാർ വന്നിരുന്നു. കേരള കോൺഗ്രസിൻ്റെ ഫ്രാൻസിസ് ജോർജ് MP വന്നിരുന്നു, മോൻസി ജോസഫ് MLA വന്നിരുന്നു. അതുപോലെ തന്നെ RSPയുടെ ശ്രീ ഷിബു ബേബി വന്നിരുന്നു, ശ്രീ NK പ്രേമേന്ദ്ര MP വന്നിരുന്നു. അവരെല്ലാവരും, എല്ലാ ഘടകകക്ഷി നേതാക്കന്മാരും അവരെ കഴിയുന്ന എല്ലാ സഹായവും ഇവിടെ വന്ന് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ചിട്ടയായ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ആ പ്രവർത്തനത്തിലൂടെ ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഞങ്ങൾക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഇത്രയും വിജയമുണ്ടായപ്പോൾ സ്വാഭാവികമായും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇത് ഒരു തുടക്കമാണ്. കഴിഞ്ഞ 9 വർഷമായി ഈ സംസ്ഥാനത്ത് അധികാരത്തിലുള്ള ഇടതുപക്ഷ സർക്കാരിനെ ഭരണത്തിൽ നിന്ന് തൂത്തെറിഞ്ഞുകൊണ്ട് 2026 അടുത്ത വർഷം, അതായത് 6-7 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 7-8 മാസം കഴിയുമ്പോൾ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ UDF ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലാണ് എന്നുള്ളതിൻ്റെ സെമി ഫൈനൽ എന്ന നിലയിൽ വളരെ കൃത്യമായ, വളരെ കണിശതയാർന്ന പ്രവർത്തനം നടത്തുവാൻ ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലൂടെ ഞങ്ങൾക്ക് 11,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടാൻ ലഭിച്ചിട്ടുണ്ട്. എപ്പോഴും കണക്ക് പറയുമ്പോൾ ഭൂരിപക്ഷമാണല്ലോ. ആ ഭൂരിപക്ഷം പറയുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന 9 മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ 8 ലോക്കൽ ബോഡി ആസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയും 7 പഞ്ചായത്തും, ഇവിടെ ഒരു പഞ്ചായത്തിൽ മാത്രം, കരളായി പഞ്ചായത്തിൽ മാത്രമാണ് തുച്ഛമായ വോട്ടിന് 100 വോട്ടോ 100 വോട്ടിനോ നിങ്ങൾക്ക് ലീഡ് നേടാൻ കഴിഞ്ഞത്. ബാക്കി എല്ലായിടവും നിങ്ങൾ പിന്നിലാണ്. ആ പിന്നിലാണെന്ന് പറയുമ്പോൾ നിങ്ങളും തമ്മിലാണ്. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ബാക്കി വോട്ടുകൾ വേറെ പോയിട്ടുണ്ട്. അതൊരു സ്വന്തം വന്നപ്പോൾ കൊണ്ടുവന്നു, പിന്നെ പോയപ്പോൾ കൊണ്ടുപോയി എന്നൊക്കെ നിങ്ങൾക്ക് പേരിന് പറയാം. അതിനപ്പുറത്തേക്ക് യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് എന്ന വസ്തുത മറക്കരുത്. അതുകൊണ്ട് തന്നെ ഈ റിസൾട്ടിനെ ഗൗരവത്തിൽ കാണണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഇടതുപക്ഷത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങളത് ഉൾക്കൊള്ളില്ലെങ്കിലും ചെവിക്കൊള്ളില്ലെങ്കിലും ഞങ്ങൾ കാര്യമില്ല, ചെവിക്കൊണ്ടാലും കാര്യമില്ല, അത് നിങ്ങളുടെ വിഷയമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾ ഞങ്ങൾക്ക് നല്ല വിജയം നൽകിയിരിക്കുന്നു. അതിൽ ഞങ്ങൾ ജനങ്ങളോട് കടപ്പെട്ടിട്ടുള്ളവരാണ്. ഞങ്ങൾ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ സജീവമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും.